Yo. സലാം ബുദംസ്. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഫാമിലീനെ എല്ലാവരും കാണുന്നുണ്ടാവുക. ഇങ്ങനൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മറ്റുള്ളവരിലേക്ക് ഇനി എത്തിക്കണം, നമ്മുടെ ഫാമിലീൻ്റെ കുറേ ഭാഗങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് മീൻസ് കഴിഞ്ഞ നവംബറിലാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പത്തെ ബേപ്പു സുൽത്താൻ വ്ളോഗിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, അന്ന് ഇതേപോലെ ഇന്നിപ്പോൾ ഇവള് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. അന്ന് ഇതേപോലെ ഞാൻ കിടന്ന സമയത്ത് ഞാൻ ആരാണെന്ന് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ചോദിച്ചു, എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു വ്ളോഗറാണ്. അപ്പോൾ അവർ സെർച്ച് ചെയ്തു, ബേപ്പു സുൽത്താൻ സെർച്ച് ചെയ്തപ്പോൾ അവർ കണ്ടത് പ്രേതഭൂത കോൺസ്പിറസി വീഡിയോസ് മാത്രമാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വയ്യാണ്ടായതും. അതല്ല, ഞാൻ അല്ലാത്ത ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളും ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ അടുത്ത് പറയാൻ എൻ്റെ കയ്യിൽ കോണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, സെർച്ച് ചെയ്യാനും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഇരുന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴും എനിക്ക് ലൈഫ് സ്റ്റൈൽ ഞാൻ ചെയ്തതോ അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സോ ഒന്നും എനിക്ക് കാണാനില്ല. ആരോ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ തിരിക്കേ. യെസ്, ഫുഡ് റെഡി. രോഗിക്കുള്ള ഫുഡ് വന്നതാണ്. കൂടെ നിൽക്കുന്നവർ പുറത്ത് പോയിട്ട് തെണ്ടിത്തിരണം. അപ്പം എന്തായാലും എവിടെ നമ്മൾ പറഞ്ഞു നിർത്തി? ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. അപ്പം അന്ന് നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഒന്നുകൂടി കാണാനുള്ള ആഗ്രഹം തോന്നിയപ്പോൾ ഇല്ല. ഞാൻ എപ്പോഴും കാണുമ്പോൾ ഇരുണ്ട മുറിയിൽ ഇരുന്നിട്ട് കുറച്ച് പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കുഞ്ഞിന് പോയിട്ടിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. അവനും ആകപ്പാടെ എനിക്ക് തോന്നുന്ന ഒരു 5-6 സോളോ സുൽത്താൻ വീഡിയോസ് ആണ് ഉള്ളത് എങ്കിലും അത് മിക്ക ദിവസങ്ങളിലും കണ്ടിന്യൂസ്ലി ഇരുന്ന് കാണും. പക്ഷെ അതിലുള്ള ഞാനല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവനും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവനെ കാണാൻ തുടങ്ങിയിട്ട് നമ്മൾ ഒടുമ്പ്രയിൽ ചെയ്തിട്ടുള്ള വീഡിയോയിലാണ് ഇവൻ ലാസ്റ്റ് വന്നത്. അപ്പോൾ കഷ്ടിച്ചതിന് ഒരു 3 വയസ്സുണ്ടാവും അല്ലേ. അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ അവന് 8 വയസ്സുണ്ട്. ആൻഡ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റിലാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അല്ല, എനിക്കത്ര ഹാപ്പി അല്ല, എനിക്കത്ര അല്ല, അവക്കും ഹാപ്പിയാണ്. ആ കാരണത്തിലേക്ക് ഞാൻ വരാം. സോ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഹോസ്പിറ്റൽ, അപ്പോഴും ഞാൻ ബേബി മെമ്മോറിയൽ, എനിക്ക് തോന്നുന്നു ഞങ്ങളെ കുടുംബ ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയലാണെന്ന് തോന്നുന്നു. അപ്പം ബേബി മെമ്മോറിയലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചതാണ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാപ്പിയസ്റ്റ് മൊമെൻ്റൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, സോളോ സുൽത്താനിൽ ഷോർട്സ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻറ്റിങ് ലൈഫ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തുടങ്ങിയതും. ലൈഫിലുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ചില മൊമെൻറ്റ്സ് ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണത്. പക്ഷെ അതിൻ്റെ കുറച്ചൊരു ലാർജ് വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫിനെ മാക്സിമം ഡോക്യുമെൻ്റ് ചെയ്യുക. അത് ആളുകൾ കാണുന്നോ ഇല്ല എന്നുള്ളത് പിന്നത്തെ വിഷയം. എനിക്ക് തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കാണാൻ, അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുകയാണെന്ന് മാത്രം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എപ്പോൾ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്നത്തെ ഒരു ദിവസം വന്നത്. അവൾ വയ്യാണ്ടായ മൊമെൻറ്റിൽ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. ഇന്ന് കർക്കിടകം 1 ശരിക്കും ഇന്നായിരുന്നു ഞങ്ങളുടെ, അതിനു മുമ്പ് പറയാം, ഞങ്ങൾ 3 ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഞങ്ങളുടെ ഫാമിലി, ഞാൻ, കുഞ്ഞൻ, ബീവി, ഞങ്ങൾ 4 ആവാൻ പോവുകയാണ്. ഇനി ബീവിനെ ജനിക്കുകയുണ്ടാവും. അടുത്തൊരു വാവ വരുന്നുണ്ട്. ഇനിയൊരു 3 മാസം അല്ലേ, കഷ്ടി ഒരു 3 മാസം. ഇപ്പം 7-ാം മാസമാണോ? അപ്പൊ 7 കഴിയാനായി. ഇപ്പം ഈ ഒരു കുഞ്ഞന് ഒരു കുഞ്ഞുവാവ് വരുന്നു. എന്താ കുഞ്ഞുവാവിനെ കുഞ്ഞ് വിളിക്കുന്നത്? മങ്കിയല്ല, മങ്കു. ഞങ്ങൾ മങ്കൂസ് എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ ഇനി ആള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖച്ഛായൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുതിയൊരു പേരിടും. കുഞ്ഞൻ ചെറിയ കുട്ടിയായിരുന്നു, അപ്പോൾ അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ കുഞ്ഞൻ്റെ മുഖം കാണുന്നതിന് മുമ്പേ കുഞ്ഞനെ ഞാൻ വിളിച്ചിരുന്ന പേര്
ഡിങ്കുർണി എന്നായിരുന്നു. ഡിങ്കുർണി എന്നായിരുന്നു. കാരണം ഡിങ്കുർണി എന്നുള്ള പേരിടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ വിളിച്ച് ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിളി മാറ്റാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഡിങ്കുർണി എന്ന് ഞാൻ ഇവനെ വിളിച്ചു. ഇപ്പൊ അവന് ഡിങ്കുർണീന്റെ ഒരു മുഖച്ചായ അല്ല. ജനിച്ച സമയത്ത് ഡിങ്കുർണീന്റെ മുഖച്ചായ ആയിരുന്നില്ല, ഇവന് ടുങ്കുരു എന്നായിരുന്നു ഇവനെ ഞാൻ അപ്പം വിളിച്ചിരുന്നു. അതായത് അവന്റെ മുഖം അങ്ങനെയായിരുന്നു. ഇപ്പൊ അവന്റെ മുഖം കാണുമ്പോൾ എനിക്ക് തുപ്ലാൻ എന്നാണ് വിളിക്കാൻ തോന്നുന്നത്. ഞാൻ ഇപ്പൊ തുപ്ലാൻ എന്നാണ് അവന് വിളിക്കുക. ആള് ശരിക്കുള്ള പേര് ഏകലവ്യൻ എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ വരാൻ പോകുന്ന ഞങ്ങൾ വിളിക്കുന്ന പേര് മങ്കൂസ്. മങ്കു എന്നാണ് വിളിക്കുന്നത്. മേ ബി ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം ആരും ആവാം. അപ്പം ഏത് പേരിലും ഞങ്ങൾക്ക് അപ്പോൾ വിളിക്കാം. ആ സമയത്തുള്ള മുഖം എന്താണോ നോക്കിയിട്ട് അപ്പം തോന്നുന്നൊരു പേരാണ് ഞാൻ വിളിക്കാറ്. സോ ആ ഒരു ഡീറ്റെയിൽസിലേക്കും അല്ലെങ്കിൽ ആ വിശേഷങ്ങളിലേക്കും ഗ്രാജ്വലി നിങ്ങളെത്തും. പൊതുവെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ ഗർഭമാവുമ്പോഴാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നതെന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷമാണ് അവൾ കൺസീവ്ഡ് ആവുന്നത്. വയ്യാണ്ടായി. ഞാൻ അങ്ങനെ കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. എനിവേ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കഴിയുന്നതും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇല്ലാന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കും ഉണ്ടാവും. കുഞ്ഞൻ വേണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വരാം. കാരണം കുഞ്ഞിനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. രാവിലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പാവം വൈകുന്നേരം എത്തുള്ളൂ. വൈകുന്നേരം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് കാണണം, വീഡിയോസ് കാണണം, പഠിക്കണം, കുറേ തിരക്കുകളുണ്ട്. ഈ കുഞ്ഞൻ എന്താ പറയാനുള്ളത്? ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞില്ല. കാരണം കുട്ടി എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുന്ന ഹോംവർക്ക്. എന്തൊരു പഠിപ്പിസ്റ്റ്, പഠിക്കാൻ ഇത്ര തരയോ കുഞ്ഞ. ഈ ഇന്ന് രാവിലെ മഴയില്ല. ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് കാസർഗോഡ് കുറേ സ്ഥലങ്ങളിൽ റെഡ് സോൺ ആയതുകൊണ്ട് ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കളക്ടർ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും എഗെയിൻ ആരോ BP ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വലിയ കുഴപ്പമില്ല. സാധാരണഗതിയിൽ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് പ്രഗ്നൻസി സ്റ്റേജിൽ BPൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നോർമലാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ 7ാം മാസത്തിലെ ചെക്കപ്പ് ഇന്നലെയായിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനമാസം അവസാനിക്കുന്ന ദിവസമായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ കർക്കിടകം 1-ാം തീയതി വരുന്നതിന് മുമ്പേ മിഥുനമാസം അവസാനം ഒന്ന് പോയാൽ മതി, 1-ാം തീയതി ആയിട്ട് ഇനി ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ മിഥുനമാസം അവസാനം ഞങ്ങൾ ചെക്കപ്പിന് വന്നത്. സ്റ്റിൽ വി ആർ ഇൻ ഹോസ്പിറ്റൽ. അതായത് ഇന്നിപ്പോൾ കർക്കിടക മാസം 1-ാം തീയതി നല്ല ദിവസം നോക്കി വന്നതാണ്. അപ്പം ഇതൊന്നും നമ്മുടെ കയ്യിലെല്ലാം മനസ്സിലായില്ലേ. അപ്പോൾ ബീവി വിശപ്പിൻ്റെ വിളിക്ക് പിന്നിൽ പോയിരിക്കുകയാണ്. അവൾക്കുള്ള ഫുഡ് വന്നല്ലോ. ഇനിയിപ്പോൾ രാവിലെ പോയിട്ട് ഒരു പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് പോകുന്നതാണ്. കാരണം കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വേറെ ഭക്ഷണമൊന്നും നമുക്ക് കിട്ടിയില്ല. രോഗിക്ക് ഫുഡ് എടുത്ത് തരാൻ ആരുമില്ല. രോഗി തന്നെ ആവശ്യമില്ലല്ലോ. ഒന്ന് തിരിച്ചു തന്നൂടെ കുഞ്ഞാ. ഒന്ന് പോയി തിരിച്ചു കൊടുക്കുവാവേ. രോഗിയുടെ ചെക്കപ്പിന് വന്ന സമയത്ത് കുറച്ച് ഗ്യാസ്ട്രോ ഇഷ്യൂസ് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നിപ്പോൾ തൽക്കാലം വാവ വീട്ടിലേക്ക് പോകണ്ട, അതെ ബീവിയാണ് വാവ, അപ്പോൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. രാത്രി ഞാൻ പോയിട്ട് കുഞ്ഞനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അവൻ നേരെ ജീപ്പിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തി. അവിടെ അച്ഛനും അമ്മയുണ്ട്. അവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ ബീവി ഭക്ഷണം കഴിക്കട്ടെ. എന്തൊക്കെയാണ് വിഭവങ്ങൾ കാണണോ? അടിപൊളിയായിരിക്കും. ഈശ്വര, എനിക്കിതൊന്നും തുറന്നു തരാനോ ആരുമില്ല, ഒന്നിനും ആരുമില്ല. ദാരിദ്ര്യാണല്ലോ അല്ലേ ഫുള്ള്. നാച്ചുറൽ ഫുഡ്. ഇതെന്താണത്? ചോറ്, എന്തോ ഒരു കറി, അമരപ്പയറ്, പുഴുക്ക്, തലശ്ശേരി, എലിശ്ശേരി, കൂട്ടുകറിയോ, കൊഴുപ്പ് എന്നൊക്കെ അല്ല, കൊഴുപ്പല്ല പുഴുക്ക് ഒക്കെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ തിന്നണ്? തൈര്, സാമ്പാറൊന്നുമില്ല. എന്തായാലും ലക്ഷറിയസ് ഫുഡാണ്. ഇതേ കഴിക്കാവൂന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഉഷ ഡോക്ടറാണ് നമ്മുടെ പ്രഗ്നൻസി സ്പെഷ്യൽ ഡോക്ടർ. കഞ്ഞി, ഓട്സ്, ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ, ഇഡ്ഡലി, പിന്നെന്താ പുട്ട് വേണ്ട,
കാരണം നാളികേരം ഇട്ടത് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നാളികേരമുള്ള കറിയാണിത്. ഇന്നലെ ഞങ്ങൾ ഏകദേശം ഒരു 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ആ സമയത്ത് ഡോക്യുമെൻറ്റിങ് ലൈഫിൻ്റെ കാറിലേക്ക് കയറുന്ന ഷോട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മണിയായപ്പോൾ ഞങ്ങൾ എത്തി ഇവിടെ. ഇവനെ സ്കൂളിലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞു, ഏകദേശം സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കുന്നത് ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ആൾക്ക് ചെറിയൊരു വിമിഷ്ടം തുടങ്ങിയത്, ഒരു ഗ്യാസ്ട്രോ എന്തോ ഒരു ഇഷ്യൂ വന്നു. ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ 2-3 ദിവസമായിട്ട് മോഷൻ കറക്റ്റ് അല്ല, അപ്പോൾ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് വേറെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട, പ്രത്യേകിച്ച് ഈ 7-ാം മാസം ആയതുകൊണ്ട് തന്നെ സ്ട്രെയിൻ എടുക്കുന്നത് റിസ്ക്കാണ്. നമ്മളുടെ ആദ്യത്തെ കഷ്ണം, അതായത് തുപ്ലാൻ പ്രിമച്ചുർ ആയിരുന്നു എന്നുള്ളത് ഒരു പരിധി വരെയുള്ള ആളുകൾക്ക് അറിയാം. പക്ഷെ അന്ന് നമ്മൾ വ്ളോഗിങ് ഒന്നും തുടങ്ങിയിട്ടില്ല. പ്രൊഫഷണലി ഞാൻ അന്നൊരു ആർട്ട് ഡയറക്ടറാണ്. വ്ളോഗിങ് എന്ന് പറയുന്ന മേഖല എൻ്റെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അന്നാണ് കുഞ്ഞൻ ജനിക്കുന്നത്. അവൻ 7-ാം മാസത്തിൽ പുറത്തേക്ക് വന്ന ആളാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നു. അവന് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അവൻ 7-ാം മാസത്തിൽ പുറത്ത് വന്നപ്പോൾ തന്നെ പാൽ കുടിച്ചതുപോലെ ഒറ്റയ്ക്ക് വലിച്ചിട്ടാണ് പാൽ കുടിച്ചത്. ആ സമയത്തുണ്ടായിരുന്ന പ്രൊമച്ചർ ബേബീസിനൊക്കെ ഈ സിറിഞ്ചിൽ പാൽ കൊടുക്കുമായിരുന്നു. ഇവനൊക്കെ ഒറ്റയ്ക്ക്, കാണാനൊന്നുമില്ല കേട്ടോ, വെറും എന്താ പറയുക ഒരു കഷ്ണം 1:200 എന്നാണ് അവനെ വിളിച്ചിരുന്നത്. 1 കിലോ 200 ഗ്രാം അതായിരുന്നു അവൻ്റെ വെയിറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മൂപ്പര് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് വന്നപ്പോൾ ഏകലവ്യൻ എന്നല്ലാതെ വേറൊരു പേര് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകലവ്യനായി. അടുത്തത് എന്താണെന്നുള്ളൊരു പിടുത്തമില്ല. 7-ാം മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. പൊതുവെ പുറത്തുള്ള ആളുകൾക്ക്, അതായത് പ്രിമച്ചുർ ബേബീസ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് അതൊരു ടെൻഷനുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഈ സാധനം ഇവിടെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട്, അല്ല കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ടെൻഷൻസ് ഇല്ല. പക്ഷെ എന്നാലും ആ 7-ാം മാസം കടന്ന് കിട്ടുമ്പോൾ ഒരു സമാധാനമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രെസ്സ് വന്ന സമയത്ത് എന്തായാലും ഡോക്ടറെ അടുത്തത് കൺവേ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും അഡ്മിറ്റ് ആവാം, അഡ്മിറ്റ് ആയിട്ട് ഗാസ്ട്രോ സ്പെഷ്യൽ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കാം, എന്നിട്ട് 2 ദിവസം ടെസ്റ്റ് ചെയ്ത് ഒന്ന് ഒക്കെ നോർമലായിട്ട് പോകാം. പിന്നെ ഭക്ഷണം ഈ പറഞ്ഞ പോലെ മോഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം ശരിയാവില്ല. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പും പിന്നെ നല്ല ഭക്ഷണം, ഇപ്പം നിങ്ങൾ കണ്ട പോലത്തെ നാരുള്ള പ്രോട്ടീനുള്ള, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, ആവശ്യമുള്ള സാധനം കിട്ടുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് ഇരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. അപ്പം ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. സാധാരണഗതിയിൽ ഞാൻ ഡോക്യുമെൻറ്റിംഗ് ലൈഫ് കഴിഞ്ഞ 2 ആഴ്ച കാണുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അറിയാം, വ്യാഴാഴ്ച ദിവസം എൻ്റെ എഴുത്തിൻ്റെയും ഷൂട്ടിൻ്റെയും ദിവസമാണ്. എന്നാലേ വെള്ളിയാഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂ. ഇന്നത്തെ കഥ ഇതാണ്, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. സോ നാളത്തെ വീഡിയോൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഗ്രാജുവലി ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്ന സാധനം എടുത്ത് മാറ്റുകയാണ്. എപ്പോൾ കോണ്ടൻറ്റ് കിട്ടുന്നു അപ്പം വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തുകയാണ്. എന്തായാലും സോളോ സുൽത്താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബേപ്പു സുൽത്താൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് വേറെ യൂണിവേഴ്സാണ്, അത് അവിടെ നിന്നോട്ടെ. ഇവിടെ നമുക്ക് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാം. സോ ഇന്നിനിപ്പം ആവുണ്ടാവില്ല അല്ലേ, ഇന്നിപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇന്നലെ 500ഓളം ആൾക്കാരാണ് ഇവിടെ അഡ്മിഷൻ. 500 ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഈ ടെൻഷൻ കൊണ്ട് വീഡിയോ എടുക്കാൻ ചിരിക്കുന്ന 500 ആൾക്കാർ അഡ്മിറ്റ് ആവുന്നതിന് ചിരിക്കേ. 500 ആൾക്കാർ അഡ്മിറ്റ് ആവുക പറഞ്ഞാൽ 500 ആൾക്കാർക്ക് വയ്യ. 500 ഏകദേശം 2:30 ആയപ്പോൾ ഞങ്ങളുടെ തീരുമാനമായിട്ടുണ്ട് അഡ്മിറ്റ് ആവണം എന്നുള്ളത്. പക്ഷെ റൂം കിട്ടിയപ്പോഴാണ് അറിയാം 12:30 രാത്രി 12:30 10 മണിക്കൂർ ഇവള് ലേബർ റൂമിലും ഞാൻ പുറത്തു. ഒരു പ്രസവിക്കുമ്പോ അത്രയും ഒരു ആള് കാത്തുക്കേണ്ട ആവശ്യമില്ല. ലേബർ റൂമിൽ ഞാൻ കിടന്നുറങ്ങിയിരുന്നു സുഖമായിട്ട്. ആ ലേബർ റൂമിൽ AC സുഖമായിട്ട് അവള് കിടന്നുറങ്ങുന്നു. ഇരിക്കാന്നുണ്ടെങ്കിൽ പുറത്ത് ഇരിക്കാൻ സ്ഥലമില്ല. സമയത്തിന് ചായ, സമയത്തിന് ചോറ്. ഇതിപ്പോ ഓഡിയോ മാത്രമേ നിങ്ങൾ അവളത് കേൾക്കുള്ളൂ. അതിന്റെ കാരണം അവിടെ വെട്ടി വിഴുങ്ങണോണ്ടാ കേട്ടോ, വെട്ടി വിഴുങ്ങാണ് അവിടെ. ഇവിടെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം മുമ്പ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വന്നു. 100 വട്ടം ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒന്ന് വ്ളോഗ് അല്ലെങ്കിൽ അതൊരു തുടക്കാക്കി എടുക്കാന്ന്. കേട്ടില്ലല്ലോ? കേട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച. അതെ. അപ്പൊ ബേപ്പൂർ സുൽത്താൻ ഷൂട്ടുണ്ട്. അതിന് കിട്ടിയ ശിക്ഷയാണത്. അപ്പൊ ബേപ്പൂർ സുൽത്താൻ തൊട്ട് കളിക്കരുത്, അമരപ്പയർ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് വീണ്ടും ഡോക്ടർ വിളിക്കേണ്ടി വരും. ഇതാണ് പ്രശ്നം. ഒന്നും പറയണ്ടാതെ ബേപ്പൂർ സുൽത്താനെ കുറ്റം പറയും. ഗ്രൗണ്ട് സപ്പോർട്ട് തീരെയില്ല ബേപ്പൂർ സുൽത്താൻ. ഗ്രൗണ്ട് സപ്പോർട്ട് തീരെയില്ല.
കുഞ്ഞിന് വേപ്പ് സുൽത്താനാണോ സോള സുൽത്താനാണോ ഇഷ്ടം? ഏട്ടന്റെ ആദ്യത്തെ ഭൂതം ആരാ? ഏട്ടന്റെ ആദ്യത്തെ ഭൂതഗണങ്ങളിൽ ആദ്യത്തെ ആളാരാ? ആരാ പറ. ഈ ആയിരിക്കും. ആ അപ്പൊ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എപ്പോഴായിരുന്നു? ജൂലൈ കുഞ്ഞാ ഇന്ന് 10. ജൂലൈ എല്ലാ 10-ാം തീയതി. കൊല്ലവും മറക്കും. അതെന്താ കാരണം എന്നറിയോ? ചില ഭർത്താക്കന്മാരുണ്ടാവും ഈ പറഞ്ഞ മാതിരി മറ്റേ വെഡിങ് ആനിവേഴ്സറി ആവുമ്പോൾ മാത്രം ഭാര്യനെ സ്നേഹിക്കുകയും കുറെ ഗിഫ്റ്റ് കൊണ്ട് കമത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും അല്ലാത്ത എല്ലാ ദിവസവും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. കല്യാണം കഴിച്ച ഞാൻ പൊതുവേ പറഞ്ഞതാ, കല്യാണം കഴിച്ചത് എന്നാണെന്ന് ഓർത്തുകൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് കല്യാണം കഴിച്ചോ അവളെ, ഇവള് ഞാൻ തന്നെയല്ലേ, ഇവളെ ഞാൻ കല്യാണം കഴിച്ചു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. അവർക്കും ജീവിക്കണ്ടേ, വേണ്ട കുഞ്ഞാ? അപ്പൊ നമ്മൾ എന്തറിഞ്ഞിട്ട മൂളണ്? നിനക്ക് അതല്ല, അതിന് വലിയ കോമഡി. ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഇവൻ എന്നോട് ചോദിക്കുക കുഞ്ഞിന്റെ വെഡിങ് ആനിവേഴ്സറി എന്നാണ്. അറിയാതെ പോലും കുഞ്ഞിന്റെ വെഡിങ് ആനിവേഴ്സറി സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, അർമാദിക്കുക ജീവിതം. അതാ അറിയേണ്ട കാര്യങ്ങൾ മാത്രം വാവ അറിഞ്ഞാ മതി കേട്ടോ, അറിയേ ചെയ്യണ്ട. അപ്പോ ഷാപ്പാട് കഴിഞ്ഞ് നമ്മുടെ ആളെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? വേണ്ട, ഇവിടെ ഇരുന്നുകൊണ്ട് അന്നം തന്ന കൈക്കൊന്നും പറയാൻ പാടില്ലല്ലോ. അല്ല, അന്നം തന്ന കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എണ്ണി വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപ്പും മുളകും ഒക്കെ കുറച്ചിട്ടുള്ളതാണ്. വേവും ഹാഫ് പാർഷ്യലി എന്ന് പറയണ മാതിരി കടിച്ചു തിന്നണം കായൊക്കെ. അല്ല, അപ്പൊ ദഹന പ്രക്രിയ നന്നാവാനല്ല ഒരു ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ കടിച്ചു തിന്നണ കായൊക്കെ എങ്ങനെയാ ദഹിക്കുക? വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധികം എരിവും പുളിയൊന്നും. അല്ല, ഞാനിവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയത് എനിക്ക് തോന്നുന്നു 12 ദിവസം 13 ദിവസം. ഏട്ടൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഞാനാണ് ഹോസ്പിറ്റലിലെ. അല്ല, അതാ പറഞ്ഞു വരുന്ന വിഷയം അതാ. അതായത് അന്ന് അഡ്മിറ്റ് 12 ദിവസം 13 ദിവസം അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിന് കാരണം വേറൊന്നല്ല, എനിക്ക് ഒന്നാമത് അത്രയും മരുന്നുകൾ അതിന് മുമ്പേ ഞാൻ ചുമ ഒരു 6-7 മാസം കണ്ടിന്യൂസ്ലി ചുമയായിട്ടും കഷ്ടിച്ച് മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഭക്ഷണത്തിന് എനിക്ക് അപ്പോഴന്നെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാതിരുന്നതുകൊണ്ട് ഞാൻ കഴിയുന്നതും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചിരുന്നത്. പക്ഷേ നമ്മളിവിടെ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണം തരും. ആ ഭക്ഷണം കഴിച്ചിരുന്നത് ഇതിവിടായിരുന്നു. ആ ഭക്ഷണം ഈ ഭക്ഷണം വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഏതാ നല്ലത്? അല്ല, അത് പുറത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത് ടേസ്റ്റി ഫുഡായിരിക്കും, ഇവിടെ ഹെൽത്തി ഫുഡായിരിക്കും. ഹെൽത്തി ആണോ? അതറിഞ്ഞാൽ മതി. ഹെൽത്തിയാണ്. ടേസ്റ്റ് കുറവാണ്. ടേസ്റ്റ് കുറയണത് എന്തുകൊണ്ടാ? ഉപ്പും മുളകൊക്കെ കുറയുമ്പോ ടേസ്റ്റ് കുറയും. അതെ, അല്ല ഇതിപ്പോ സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളോട് ഇപ്പൊ BP വേരിയേഷൻ ഉള്ള ആളുകളും പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളും വയറിന് പ്രശ്നമുള്ള ആളുകൾക്കും ഒക്കെ കൂടി ചേർന്നിട്ട് നല്ലൊരു ഫുഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അത് സത്യമാണ്. പക്ഷെ ഇവരുടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ താഴത്തെ, ആ ക്യാൻറ്റീനിലെ ബിരിയാണിയെ കുറിച്ച് പറഞ്ഞ് സൂപ്പറാണ്. സ്കാനിങ്ങിന് ഇവിടെ പ്രധാനമായിട്ടും വരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ട് താഴത്തെ ബിരിയാണി പോയി കഴിക്കരുതേ. മീൻസ് അത് മോശമാണെന്നല്ല പറയുന്നത്, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉള്ളിലെ കഫറ്റേരിയ ഇല്ലേ, ഉള്ളിലെ കഫറ്റേരിയ, ഡോക്ടേഴ്സ് കഴിക്കുന്ന ഉള്ളിലെ കഫറ്റേരിയ, അതായത് പഴയ ബിൽഡിങ്ങിൽ തന്നെ ഉള്ളിലുള്ള കഫറ്റേരിയ, അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒരു ചിക്കൻ ബിരിയാണി എനിക്ക് തോന്നുന്നു ഒരു 12:30 മുതൽ 2 മണിന്റെ ഉള്ളിൽ തീരും. ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ്, ലെമൺ റൈസ്, അത് വിത്ത് സാലഡ് ഉണ്ടാവും. എന്തായാലും അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണം മാറും, അല്ലെങ്കിൽ റെസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ. കാരണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അപ്പം നഴ്സുമാർ വന്ന് എന്തെങ്കിലും കുത്തിവെക്കും. അതെനിക്ക് നല്ല അനുഭവമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ നല്ല ഉറക്കം പിടിച്ചു വരുന്ന ഒരു വെളുപ്പിനത്തെ ടൈമല്ലേ, അവര് തട്ടി വിളിച്ച് കുത്തി കീറും. അപ്പൊ രോഗിയായിട്ടിരിക്കുമ്പോ എന്തായാലും റെസ്റ്റ് എടുക്കൽ ബൈസ്റ്റാൻഡർ ആയിട്ട് ഇരിക്കുമ്പോഴും ബൈസ്റ്റാൻഡർ ആയിട്ട് ഇരിക്കുമ്പോ എന്താ ഇവിടെ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ലൈറ്റ് ഇടും രാവിലെ 5 മണി തൊട്ട് ഡ്യൂട്ടി തുടങ്ങും. അപ്പൊ തൊട്ട് നമ്മളിങ്ങനെ BP നോക്കാൻ വരും. പിന്നെ ഇതില് ഓരോ മെഡിസിൻ ഒക്കെ ഇതിലെ കൂടെ പോകുമ്പോ ഓരോ പ്രാവശ്യം കറക്റ്റ് ആയില്ല അടുത്ത സ്ഥലത്ത് കുത്തും. അയ്യോ നല്ല വേദന, നല്ല നീളമുള്ള സൂചിയാണിത്. അതും റിസ്റ്റിന്റെ അവിടെ ആയതുകൊണ്ട് ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞു വന്ന വിഷയം
ഇപ്പൊ ഈ സമയം ഒരു 2 മണി മുതൽ 5 മണി വരെ നേഴ്സുമാരും ഭക്ഷണം കഴിച്ചിട്ട് മുളകി ഇരിക്കുന്ന സമയം. അപ്പൊ ആ സമയത്ത് വേണേ കിടന്നുറങ്ങിക്കോ. അപ്പൊ എന്തായാലും ബീവി ഉറങ്ങാൻ പോകുന്നു. അച്ഛനും തുപ്ലാൻ എന്ത് ചെയ്യാൻ പോകുന്നു? അച്ഛൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നു, തുപ്ലാൻ ഹോംവർക്ക് ചെയ്യാൻ പോകുന്നു. ഹോംവർക്കോ? ഹോംവർക്ക് അല്ല, ഹോംവർക്ക് എന്താന്ന് ചോദിക്കും ഇവനോട്. ഹോംവർക്ക് എന്താ? അമ്മയെ പറ്റി എഴുതണം. അമ്മയെ പറ്റി എഴുതണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അത് മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അമ്മയെ കുറിച്ച് കുട്ടികൾ എഴുതി വേണം പറഞ്ഞു കൊടുക്കാൻ. മറക്കും. അച്ഛനെ കുറിച്ച് ഞാൻ മറക്കൂല. അതല്ല, അമ്മേനെ കുറിച്ച് എഴുതി കഴിഞ്ഞോ? തന്നെ കൂടുതലാണ്. അത് തന്നെ കൂടുതൽ 5 എന്തൊക്കെയാ കുഞ്ഞാൻ അമ്മേനെ കുറിച്ച് എഴുതി? 5 കാര്യങ്ങൾ. ഈശ്വര, അത് നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. പോരാ, കുഞ്ഞൻ പറയും കുഞ്ഞിന്റെ അമ്മയെ കുറിച്ച് 5 കാര്യങ്ങൾ. ഉണ്ടോ? മനസ്സ് പോലില്ല കുട്ടിക്ക്. എന്താണ് അമ്മേനെ കുറിച്ച് പറയാനുള്ളത്? വേണ്ട, രാവിലെ എണീക്കുമ്പോ തൊട്ട് അച്ഛനെ കുറിച്ച് 5 കാര്യങ്ങൾ പറയൂ. അത് എഴുതാനല്ല, അച്ഛനെ കുറിച്ചുള്ള 5 കാര്യങ്ങൾ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞാൽ മതി. അവസരം മുതലാക്കല്ലേ? അല്ല, ചുമ്മാ പറഞ്ഞോ. അമ്മേന്റെ ഇതിലുള്ള അമ്മയുടെ കൂട്ടുകാരനാണ് അച്ഛൻ. ഈയാണോ പറയേണ്ടത്? കുഞ്ഞൻ പറയ്. അമ്മേന്റെ ഇതെടുത്ത് പറയുന്ന തന്നെയാണ് അച്ഛൻ്റെ ഉണ്ടാവുക. അതെന്താ? അച്ഛനാണോ എന്നെ പ്രസവിച്ചത്? അച്ഛനാണോ എന്നെ മുലയൂട്ടിയത്? അച്ഛനെ കുറിച്ച് 5 വാക്ക് പറയാൻ. ഡോക്ടർ വയറ്റിന്ന് പുറത്തെടുത്തപ്പോ കയ്യിലെത്തിയത് അച്ഛന്റെ കയ്യിലാണ്. അതായത് കുഞ്ഞൻ ആദ്യം വന്നു വീണത് അച്ഛന്റെ കയ്യിലേക്കാണ്. അടുത്തത് വന്ന് വീണതല്ല, അത് കഴിഞ്ഞു. അടുത്ത പോയിന്റ് പറയും. കുഞ്ഞിനെ വളർത്തി വഷളാക്കുന്നത് അച്ഛനാണ്. പിന്നെ ചോദിച്ചില്ല. അതെ, അമ്മേനോട് ചോദിച്ചില്ല. അപ്പൊ അമ്മ പറയണ്ട, കുഞ്ഞു പറയൂ. ക്യാമറ ഓഫ് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടെന്ന് അച്ഛനും മോനും ആലോചിച്ചിട്ട് ലൈവ്. അല്ല, കുഞ്ഞൻ പറയും. 2 പോയിന്റ് കൂടി പറയും. ഞാൻ മനസ്സിൽ കരുതി വെക്കണ്ടൊക്കെ. 2 പോയിന്റ് കൂടി പറയും. പറഞ്ഞോളൂ. സ്കൂളിൽ കൊണ്ടുപോകുന്ന അച്ഛനാണ്. സ്കൂളിൽ കൊണ്ടുപോകുന്ന അച്ഛനാണ്. കുഞ്ഞാവ ഉള്ളത് വരെ, ഉണ്ടാവുന്നതിന് മുൻപ് വരെ. അതെ, പാരന്റ്സ് മീറ്റിങ്ങിന് കൊണ്ടുപോകുന്നത് അമ്മയാണ്. പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്ന സമയത്ത് പോണതും അമ്മയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ അമ്മ വേണം. ആ പ്രോഗ്രസ് കാർഡിലേക്കുള്ള മാർക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ആരാ പഠിപ്പിച്ചു തരാറ് കുഞ്ഞിന്? അല്ലേ? അവിടെ നോക്കി പറ. അമ്മ പഠിപ്പിച്ചു തരും, ഇടയ്ക്ക് അച്ഛനും പഠിപ്പിച്ചു തരും. അച്ഛൻ പഠിപ്പിച്ചു തരാണോ ചെയ്യാ, അതോ അച്ഛൻ പറഞ്ഞു തരാണോ? അടുത്ത് 5 ഇല്ല, ഒരെണ്ണം കൂടി പറഞ്ഞോ. അമ്മേനെ കുറിച്ച് അച്ഛനെ കുറിച്ചും ഞാൻ പറയും. സമയമില്ല. അപ്പൊ സൂചി വെക്കാൻ ആള് വരും. അടുത്തത് കേട്ടിട്ട് ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞു കൊച്ചിനെ. അതെങ്ങനെയാ? അച്ഛനാ ജീപ്പ് ഓടിക്കുന്നത്? സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന അച്ഛനല്ല, സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത് ഏതോ ഒരു അങ്കിളാണ്. അത് കഴിഞ്ഞ് വേറെ അടുത്ത പോയിന്റ് പറയും. 2ാം ക്ലാസ് വരെ 2 കൂടെ പോയിട്ടാണ്. അതെ, 2ാം ക്ലാസ് വരെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം അതായിരുന്നു. കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവരുന്നതും അച്ഛനും അമ്മയായിരിക്കണം. കാരണം അത് കഴിഞ്ഞിട്ടുള്ള തിരക്ക് മതി. വേറെ എന്തെങ്കിലും ഒരു തിരക്ക് കാരണം അവന്റെ കാര്യത്തിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോ പിന്നെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് മുൻപില് സ്കൂൾ ഓട്ടോകളും വാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഡ്രൈവർ ഉണ്ടാവും, കിളി ഉണ്ടാവും. കുട്ടികൾ ബാക്കിന്ന് കൈ പുറത്തിടുന്നു, കൂകി വിളിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, അവനൊരു 8 വയസ്സാവുന്നത് വരെ ഒരു ബോധം നമ്മൾ കൊണ്ടുപോകാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാ കൈയും തലയും പുറത്തിടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഞാൻ കൈയും തലയും പുറത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപകടം ഉണ്ടാവുന്ന അവന് സ്വയം മനസ്സിലാവുന്ന ഒരു മൊമെന്റ് വരെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇപ്പൊ ഞങ്ങൾ പോകുന്ന സമയത്തായാലും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവൻ ഹെൽമെറ്റ് എടുത്തിടും. സോ അവന്റെ കാര്യത്തിനെ കുറിച്ച് അവനൊരു ബോധം ഉണ്ടായതിനു ശേഷമാണ് അവനെ ജീപ്പിലേക്ക് വിട്ടത്. ഒറ്റ പോയിന്റ് കൂടി, ലാസ്റ്റ് പോയിന്റ്. അങ്ങോട്ട് പോകും. ടാഗിൽ പേരെഴുതി, പാരന്റിന്റെ പേരെഴുതി വെച്ചത് അച്ഛന്റെയാണ്. ഒഫീഷ്യൽ പാരന്റ്. അപ്പൊ അമ്മ ശശി
വേണമെങ്കിൽ അപ്പൊ- ടാഗ് എടുത്ത് കുഞ്ഞ് കാണിച്ചു തരാം. അയ്യോ വേണ്ട. അപ്പൊ ചില കാര്യങ്ങളിൽ അമ്മ ഇനി കുറച്ച് തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ. രാവിലെ ഓക്കേ, പല്ല് ആ തേപ്പിക്കാൻ കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ല. രാവിലെ പല്ല് തേപ്പിക്കാൻ, കുളിച്ചു കഴിഞ്ഞ് തോർത്താൻ, രാസ്നാദി തിരുമാൻ, യൂണിഫോം ഇടാൻ, ബെൽറ്റ് ഇടാൻ, ടൈ ഇടാൻ എന്നൊക്കെ പറഞ്ഞു വാ. ഓക്കെ. അപ്പൊ അമ്മേനെ കുറിച്ചൊരു 10 ചിക്കന്റെ എല്ല് കളഞ്ഞു തരാനും, പിന്നെന്താ സാമ്പാറിന്ന് കഷ്ണം എടുത്ത് മാറ്റാനും, ഹോംവർക്ക് ചെയ്യാനും. പാട്ടാ പാട്ടാ സംഗതി കയ്യിൽ നിന്ന് പോയി. ഏ ആ, വരാം. അച്ഛനുണ്ട് ലിസ്റ്റ്. വലിയൊരു വിഷയമായി മാറിയിട്ട് അച്ഛനുമുണ്ട് ലിസ്റ്റ്. ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അച്ഛന്റെ ലിസ്റ്റ് ഞാൻ പിന്നെ തരാം. ഇപ്പൊ എനിക്ക് അതിനുള്ള ആരോഗ്യമുള്ളൂ. ഇനി അമ്മ പറയുന്ന സാധനങ്ങളൊക്കെ ലോകം മുഴുവൻ അറിയും.